സോ ദി നെക്സ്റ്റ് ടോപ്പിക് നോക്കുന്നത് വേപ്പർ കംപ്രഷൻ സൈക്കിളാണ്. വേപ്പർ കംപ്രഷൻ സൈക്കിൾ. വേപ്പർ കംപ്രഷൻ സൈക്കിളാണ് നമ്മൾ ഇന്ന് കാണുന്ന മോസ്റ്റ് ഓഫ് ദി റെഫ്രിജറൻറ്റ് സിസ്റ്റംസും യൂസ് ചെയ്യുന്ന ബേസിക് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് വേപ്പർ കംപ്രഷൻ സൈക്കിളിലാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ വീട്ടിലെ റെഫ്രിജറേറ്ററിന് ഏതൊക്കെ കമ്പോണൻസ് ആണ് മെയിനായിട്ടുള്ളത്? ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ടേം അതിൻ്റെ കംപ്രസറാണ് അല്ലേ? റെഫ്രിജറൻറ്റ്സ് എല്ലാം നമുക്കറിയാം ഒരു കംപ്രസർ ഉണ്ട്. ദെൻ വേറെ ഏതൊക്കെ കമ്പോണൻസ് അറിയാം? വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കോയിൽസ് രീതിയിൽ ഫിൻസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടൻസർ. ഇപ്പോൾ സ്കീമാറ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ വരച്ചത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ കാണുമ്പോഴത്തേക്കും ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ കാണുന്ന ഡിവൈസ് ആണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്നൊക്കെ ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതെല്ലാം കൂടാതെ അതിൻ്റെ ഏറ്റവും മെയിൻ കമ്പോണൻറ്റ്, അതായത് എവിടെയാണോ നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ആവുന്നത് ആക്ച്വലായിട്ട്, സേ ദാറ്റ്സ് കോൾഡ് ദി ഇവോപ്പറേറ്റർ. ഇവോപ്പറേറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീസർ കമ്പോണൻറ്റിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു കോയിൽസ് പോലൊരു അറേഞ്ച്മെൻറ്റ് കാണും. അതാണ് ഇവോപ്പറേറ്റർ കോയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കമ്പോണൻസ് ആണ് നമുക്ക് വേപ്പർ കംപ്രഷൻ സൈക്കിളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഞാൻ ഈ ഫ്രീസറിനകത്ത് സേ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ എടുത്ത് വയ്ക്കുകയാണ്. ഓക്കെ, വാട്ടർ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ നല്ല അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലായിരിക്കും വാട്ടർ ഞാനത് പ്ലേസ് ചെയ്യുന്നത്. ദെൻ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും സേ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസായിട്ട് കൺവേർട്ട് ആവും അല്ലേ? നമുക്കറിയാം 30 ഡിഗ്രി സെൽഷ്യസിലൊരു വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ സെൻസിബിൾ ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ അതിനകത്തുനിന്ന് അത്രയും എമൗണ്ട് ഓഫ് ലേറ്റൻറ്റ് ഹീറ്റും നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മൾ ഈ റിമൂവ് ചെയ്യുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേറൊരു മീഡിയം വേണം അല്ലേ? 30 ഡിഗ്രി ഇരിക്കുന്ന വാട്ടറിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പുറത്തോട്ട് പോകണം. അപ്പോൾ ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഇവോപ്പറേറ്റർ കോയിൽ. ഓക്കെ, സോ ഇവോപ്പറേറ്റർ കോയിൽ വരുന്ന പോർഷനാണ് ഞാനിവിടെ ഇവോപ്പറേറ്റർ എന്ന് ബോക്സിലാക്കി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് നമ്മൾ പറയുന്ന പേരാണ് റെഫ്രിജറൻറ്റ് ലിക്വിഡ്. ഓക്കെ, സോ ഇവോപ്പറേറ്ററിൻ്റെ ഇൻലെറ്റിൽ ഒരു റെഫ്രിജറൻറ്റ് ലിക്വിഡ് വരും. നമുക്ക് എവിടെ നിന്നാണോ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ളത് അതിൽ നിന്നുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് തിരിച്ച് ഒരു റെഫ്രിജറൻ്റ് ആയിട്ട് തന്നെ പുറത്ത് വരും. ഓക്കെ, ഇത് 2 വേരിയേഷൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 ഡിഗ്രിയേക്കാളും കുറഞ്ഞ ഡിഗ്രിയിലുള്ള ഒരു റെഫ്രിജറൻറ്റ് ലിക്വിഡ് ആയിരിക്കണം ഞാൻ യൂസ് ചെയ്യേണ്ടത് അല്ലേ? എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് അവിടെ ഉണ്ടാകത്തുള്ളൂ. സോ ഈ റെഫ്രിജറൻറ്റ് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ സേ അതിൻ്റെ ഇൻലെറ്റിൽ ഞാൻ പറയുന്നു -5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഓക്കെ, ഇവോപ്പറേറ്റർ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ആ റെഫ്രിജറൻറ്റ് എൻ്റർ ചെയ്യുന്നത്. ആ റെഫ്രിജറൻ്റാണ് ഇതിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇത് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് തന്നെ ഒറ്റയടിക്ക് 30 ഡിഗ്രി ഹീറ്റൊന്നും അബ്സോർബ് ചെയ്ത് പോകില്ല. കുറേ നമ്പർ ഓഫ് സൈക്കിൾസ് കഴിയുമ്പോൾ മാത്രമേ അത് ഇവിടെ നമുക്ക് 0 ഡിഗ്രി കിട്ടത്തുള്ളൂ. സോ ഓരോ വർക്കിംഗ് സൈക്കിളിലും ഈ റെഫ്രിജറൻറ്റ് ലിക്വിഡ് ഇതിനകത്തുനിന്ന് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് മാത്രമാണ് അബ്സോർബ് ചെയ്യുന്നത്. ഈ റെഫ്രിജറൻറ്റ് ലിക്വിഡ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറൻറ്റ് ലിക്വിഡ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി ലേറ്റൻറ്റ് ഹീറ്റാണ്. എന്തിൻ്റെ? ഈ റെഫ്രിജറൻറ്റ് ലിക്വിഡിന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലേറ്റൻറ്റ് ഹീറ്റ് മാത്രമേ ഈ റെഫ്രിജറൻറ്റ് ലിക്വിഡ് ഓരോ വർക്കിംഗ് സൈക്കിളിലും അബ്സോർബ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ത് വരും?
എനിക്കൊരു ഫസ്റ്റ് വർക്കിംഗ് സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ഉണ്ടായിരുന്നു. ഒരു തവണ റെഫ്രിജറൻറ്റ് ലിക്വിഡ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ 30 ഡിഗ്രിയിലുള്ള വാട്ടർ എന്ന് പറയുന്നത് വിൽ ബിക്കം ലൈക്ക് 25 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് മാറുമെന്ന് വിചാരിക്കുക. എക്സാജറേറ്റ് എന്ന് പറയുന്നത് 25 ഡിഗ്രിയിലെ വാട്ടറായിട്ട് കൺവേർട്ട് ആയെന്ന് വിചാരിക്കുക. അറ്റ് ദറ്റ് സെയിം ടൈം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡ്രോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് മാത്രമാണ് നമ്മുടെ റെഫ്രിജറൻറ്റ് ലിക്വിഡ് അബ്സോർബ് ചെയ്തത്. ആ ഒരു ഹീറ്റ് എനർജി, നിങ്ങൾ ഡിഗ്രി സെൽഷ്യസ് വാല്യൂസല്ല നോക്കേണ്ടത്, ഹീറ്റ് എനർജി വാല്യൂ. ആ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഫ്രിജറൻറ്റ് ലിക്വിഡിന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി മാത്രമാണ്. ഓക്കെ, അതായത് റെഫ്രിജറൻറ്റ് ലിക്വിഡിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ടെമ്പറേച്ചറും -5 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ -5 നിന്ന് റൈസ് ചെയ്ത് ഒരു -6 അല്ലെങ്കിൽ ഒരു -3 വരെയുള്ള ടെമ്പറേച്ചർ, അത്രയും മാത്രമേ വരുള്ളൂ. അതിൽ കൂടുതലൊന്നും ഇതിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഐഡിയലി നമ്മൾ പറയുകയാണെങ്കിൽ ആ റെഫ്രിജറൻറ്റ് ലിക്വിഡിന് ആവശ്യമായിട്ടുള്ള ലേറ്റൻറ്റ് ഹീറ്റ് മാത്രമേ, ഫേസ് ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ലേറ്റൻറ്റ് ഹീറ്റ് മാത്രമേ അത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ റെഫ്രിജറൻറ്റ് ഗ്യാസ് ഔട്ട്ലെറ്റിൽ വന്നു. ഈ റെഫ്രിജറൻറ്റ് ഗ്യാസിനെയാണ് നമ്മൾ കംപ്രസറിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റെഫ്രിജറൻറ്റ് ഗ്യാസാണ് നമ്മൾ കംപ്രസറിൻ്റെ ഇൻലെറ്റിലോട്ട് കൊടുക്കുന്നത്. കംപ്രസറിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? പ്രഷർ ഇൻക്രീസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഈ റെഫ്രിജറൻറ്റ് ലിക്വിഡ് -5 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ ഫേസ് ചേഞ്ച് നടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഷർ ഒരു 1.5 ബാർ ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അറ്റ് 1.5 ബാർ -5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആ റെഫ്രിജറൻറ്റ് ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ആ റെഫ്രിജറൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 1.5 ബാറിൻ്റെ പ്രഷർ ആണ് അത് ഇവാപറേറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് -5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഫേസ് ചേഞ്ച് നടക്കുന്നത്. ദെൻ 1.5 ബാറിൽ നമ്മൾ കംപ്രസറിൽ എൻ്റർ ചെയ്യുന്നു. കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രഷർ വാല്യൂസ് ഒരു 5 ബാറായിട്ട് ഇൻക്രീസ് ചെയ്തെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇൻലെറ്റിൽ 1.5 ബാറായിരുന്നു, ഔട്ട്ലെറ്റിൽ വരുമ്പോഴത്തേക്കും 5 ബാറായിട്ട് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം പ്രഷർ ഇൻക്രീസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചറിലും ഒരു ഇൻക്രീസ് വരും. അല്ലേ, ഒരു സാധനം പ്രഷർ കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറിനും ആ ഒരു ഇൻക്രീസ് വരും. സോ ഈ -5 ഡിഗ്രി സെൽഷ്യസിലുള്ള റെഫ്രിജറൻറ്റ് ഗ്യാസ് ആയിരുന്നു ഞാൻ ഇൻലെറ്റിൽ കൊടുത്തത് എങ്കിലും ഔട്ട്ലെറ്റിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 45 ഡിഗ്രി സെൽഷ്യസിലുള്ള റെഫ്രിജറൻറ്റ് ഗ്യാസ് ആയിരിക്കും കംപ്രസറിൽ നിന്ന് ഔട്ടിലോട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് ഈ ഒരു -5 ഡിഗ്രി സെൽഷ്യസിലെ റെഫ്രിജറൻറ്റ് ലിക്വിഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കംപ്രസർ യൂസ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആവശ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ ഒരു 45 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് വേണം, നമുക്ക് ആ ഒരു ടെമ്പറേച്ചറിനെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഡിവൈസാണ്. ഫസ്റ്റ് വൺ യു വിൽ യൂസിങ് എ കണ്ടൻസർ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ, അതായത് ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിൻ്റെ കേസിലായാലും കണ്ടൻസർ എന്ന് പറയുന്ന ഈ കോയിൽസ് നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള അറ്റ്മോസ്ഫിയറിലേക്കാണ് അത് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് 45 ഡിഗ്രി സെൽഷ്യസുമാണ്. സോ ഇതിന് മാക്സിമം ഈ 45 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിന് അറ്റ്മോസ്ഫിയറിലോട്ട് റിജക്റ്റ് ചെയ്താൽ ഔട്ട്ലെറ്റിൽ നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അല്ലേ, കാരണം 30 ലോവർ ഒരിക്കലും കണ്ടൻസറിൽ നിന്ന് പുറത്തോട്ട് പോവില്ല, പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വേണമെന്നുള്ളതുകൊണ്ട്. സോ 45 ഡിഗ്രി ടു 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ ചേഞ്ച് കണ്ടൻസറിൽ നടക്കും. അത്രയും ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും. പ്രഷറിന് യാതൊരു ചേഞ്ചും വരില്ല. 5 ബാർ ആയിരുന്നു ഇൻലെറ്റിൽ, ഔട്ട്ലെറ്റിലും ഇറ്റ് വിൽ റിമെയിൻ അറ്റ് 5 ബാർ. ഇനി കണ്ടൻസറിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അത് റെഫ്രിജറൻറ്റ് ഗ്യാസ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. പക്ഷേ ഔട്ട്ലെറ്റിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബി റെഫ്രിജറൻറ്റ് ലിക്വിഡ്. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു റെഫ്രിജറൻറ്റിൻ്റെ പ്രോപ്പർട്ടി അങ്ങനെ ആയിരിക്കും. അതായത് അറ്റ് 5 ബാർ പ്രഷർ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, 5 ബാറിൽ അതിൻ്റെ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 30 ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇവിടെ 45 ഗ്യാസ് എൻ്റർ ചെയ്യും. അത് 45 ഗ്യാസിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് 30 ഗ്യാസ് വരെയാവും. ദെൻ 30 ഡിഗ്രി ഗ്യാസിൽ നിന്ന് വീണ്ടും ഹീറ്റ് റിജക്റ്റ് ചെയ്ത് 30 ഡിഗ്രിയിൽ ലിക്വിഡായിട്ട് മാറും. അതിലും താഴോട്ടുള്ള ടെമ്പറേച്ചർ മാത്രമാണ് അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദാറ്റ് റെഫ്രിജറൻറ്റ് ലിക്വിഡ് വിൽ ബി ഹാവിങ് ഡിഫറൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ്സ് അറ്റ് ഡിഫറൻറ്റ് പ്രഷർ. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് അത് ഇവാപ്പറേറ്ററിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസായിട്ടും കണ്ടൻസറിൽ
ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ലിക്വിഡായിട്ടും കൺവേർട്ട് ആവുന്നത്. ഓക്കെ, സോ എക്സ്പാൻഷൻ വാൽവിലോട്ട് അപ്പോൾ എൻ്റർ ചെയ്യുന്നത് റെഫ്രിജറൻറ്റ് ലിക്വിഡ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 5 ബാർ പ്രഷർ ആയിരിക്കും എക്സ്പാൻഷൻ ഡിവൈസിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇനി ഈ എൻ്റർ ചെയ്യുന്ന ഡിവൈസ്, എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 പർപ്പസാണുള്ളത്. ഒന്ന്, ഫ്ലോ റെഗുലേറ്റ് ചെയ്യുക, അതായത് നമ്മൾ ആ ഒരു റെഫ്രിജറൻറ്റിനകത്തോട്ട് വയ്ക്കുന്ന മാസ് ഓഫ് സബ്സ്റ്റൻസ്, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള വാല്യൂ കൂടുന്നതനുസരിച്ച് കൂടുതൽ മാസ് ഫ്ലോ റേറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഫ്ലോ റെഗുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പാൻഷൻ ഡിവൈസിൻ്റെത് പ്രഷർ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് ഈ 5 ബാറിൽ നിന്ന് നമ്മുടെ ഇവാപ്പറേറ്റർ പ്രഷറായിട്ടുള്ള 1.5 ബാറിലോട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യിക്കണം. ഓക്കെ, ആ പ്രഷർ ഡ്രോപ്പ് വരുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ ഡ്രോപ്പ് അവിടെ വന്നോളൂ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഇൻക്രീസിനോട് തന്നെ പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ വാല്യൂ റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, സോ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ലൈക്ക് ഒരു ഫ്രിക്ഷൻ അപ്പാരറ്റസ് പോലെയാണ്. അതായത് അതിനകത്തൊരു ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫ്രിക്ഷൻ ഓവർകം ചെയ്യുക, അതായത് ഡിവൈസിനകത്തൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ അകത്തുള്ള പ്രഷർ എനർജിയെ അത് കൈനറ്റിക് എനർജി ആയിട്ട് മറ്റേ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രഷർ എനർജിയുടെ കൺവേർഷൻ നടക്കുമ്പോഴത്തേക്കും, പ്രഷർ എനർജി ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കുമാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡ്രോപ്പ് വരുന്നത്. സോ നമുക്ക് ഈ റെഫ്രിജറേഷൻ ലിക്വിഡ് എക്സ്പാൻഷൻ ഡിവൈസിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് 5 ബാർ എന്ന പ്രഷർ മാറി 1.5 ബാർ എന്ന പ്രഷറിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് തിരിച്ച് -5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടും ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, -5 ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനകത്തുള്ള കുറച്ച് കമ്പോണൻറ്റ് ആക്ച്വലി ഇപ്പം ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കാം. കാരണം 1.5 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ റെഫ്രിജറൻറ്റ് ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇത് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഒരു കുറച്ച് പോർഷൻ ഓഫ് റെഫ്രിജറൻറ്റ് ലിക്വിഡ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് പ്രശ്നമില്ല, കാരണം നമുക്ക് തിരിച്ചെന്തായാലും കംപ്രസറിൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് വേണ്ടത്. സോ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു വേപ്പർ കംപ്രഷൻ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. അടുത്തത് നമുക്കിതിൻ്റെ pH ഡയഗ്രാം, അതായത് പ്രഷർ എൻതാൽപ്പി ഡയഗ്രവും ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രവും നോക്കണം.